നിർമ്മിത ബുദ്ധിയെ ആണവോർജം പോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. AI വികസിപ്പിക്കുന്നതിനോടൊപ്പം ആഗോള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക മുഖ്യമെന്നും AI പ്ലീനറി സമ്മേളനത്തിൽ മോദി. വിശാഖപട്ടണത്ത് $15 മില്യൺ AI ഹബ്ബ് സ്ഥാപിക്കുമെന്ന് ഗൂഗിൾ CEO സുന്ദർ പിച്ചെ. 45 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് നാളെ സമാപനം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. ശ്രീകോവിലിലെ സ്വർണ്ണ സാമ്പിൾ ജംഷഡ്പൂരിലെ ലാബിൽ പരിശോധിക്കുമെന്ന കാര്യം SIT കോടതിയെ അറിയിക്കും. കൊടിമര പുനർനിർമ്മാണ ക്രമക്കേടിലെ അന്വേഷണ പുരോഗതിയും കോടതിക്ക് മുന്നിലെത്തും. തന്ത്രി കണ്ഠരർ രാജീവരെ ചോദ്യം ചെയ്യാനൊരുങ്ങി ED. കട്ടിളപ്പാളി കേസിൽ A. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ വിധി നാളെ. ആറന്മുളയിലെ വിവാദ IT പദ്ധതിയിൽ നിന്നും പിന്മാറി സംസ്ഥാന സർക്കാർ. നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. IT പാർക്ക് പദ്ധതിയുമായി രംഗത്തെത്തിയത് ആറന്മുള വിമാനത്താവള സംരംഭകർ KGS ഗ്രൂപ്പ്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊരുങ്ങി കോൺഗ്രസ്. മത്സരിക്കാനില്ല എന്ന് മുൻ മന്ത്രി K. ബാബു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച് UDF. തിങ്കളാഴ്ച നടക്കുന്ന ഇടതുമുന്നണി യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയാക്കാനൊരുങ്ങി CPM. BJP സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനുള്ള ചർച്ചകൾക്കായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം കടുപ്പിച്ചതോടെ ദുരിതത്തിലായി രോഗികൾ. OP ബഹിഷ്കരണത്തോടൊപ്പം അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെച്ചു. ഇടപെടാതെ ആരോഗ്യവകുപ്പ്. CPM സൈബർ ടീമിൽ അതൃപ്തി പുകയുന്നു. MP നികേഷ് കുമാറിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് സൈബർ ടീമിന്റെ ചുമതല ഒഴിഞ്ഞ് മുതിർന്ന മാധ്യമപ്രവർത്തകർ. പ്രചാരണങ്ങൾ പലതും പാളിയെന്ന് വിമർശനം. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും അതൃപ്തി.